Once again, welcome back to KC's Classes. KC's Classes-ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. 1-2 ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇതാണ് കുട്ടികൾക്ക് അറിയേണ്ടത്. സോ ഈ ഒരു മാറ്റർ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്തുകൊണ്ട് ഇങ്ങനൊരു സംശയം വന്നു? നമുക്കറിയാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ കേരളത്തിൽ സെപ്പറേറ്റ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. സോ കേരളത്തിൽ അങ്ങനൊരു യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അനൗൺസ് ചെയ്തൊരു കാര്യം, കേരളത്തിലുള്ള മറ്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലത്തെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഒക്കെ ഇനി ക്ലോസ് ചെയ്ത് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ ആയിരിക്കും എല്ലാ കോഴ്സസും ഇനി ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്ത പല കോഴ്സസും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഈ ഒരു സമയത്ത് ഈ സെയിം സംശയം എല്ലാവർക്കും വന്നതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കാലിക്കറ്റിലെ നമ്മൾക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള BCom, BBA, MCom ഈ പറയുന്ന കോഴ്സസൊക്കെ ഇനി കാലിക്കറ്റിലൂടെ നമുക്ക് ഡിസ്റ്റൻസ് ആയി പഠിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ സംശയമാണ്. അപ്പോഴും കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ജൂൺ ആ ഒരു ടൈം പീരീഡ് ആയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ദി സെയിം ടൈം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും ഈ സെയിം കോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഇപ്രാവശ്യം കുട്ടികൾക്ക് വീണ്ടും സംശയം വന്നിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓൾറെഡി UGC റെക്കഗ്നേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അവർക്ക് BCom, BBA അതുപോലെ തന്നെ MCom ഈ പറയുന്ന കോഴ്സസിൻ്റെ ഒക്കെ അഡ്മിഷൻ ഈ അക്കാഡമിക് ഇയറിൽ 2024 ജൂൺ 15 മുതൽ അവർ അഡ്മിഷൻ വിളിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇനി കാലിക്കറ്റിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് കുട്ടികൾക്ക് ഒരു സംശയം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഇത്രത്തോളം സംശയം വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു മറുപടി എന്ന് പറയുന്നത്, ഈ മാസം അവസാനം മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെയായിട്ട് നമുക്കൊരു കൺഫർമേഷൻ തരാൻ സാധിക്കില്ല. നിങ്ങൾ ഈ മാസം അവസാനം വരെ വെയിറ്റ് ചെയ്യണം. ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിഭാഗം അവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പ് തരാൻ സാധിക്കില്ല. ഉണ്ടാകും എന്നാണ് അങ്ങോട്ട് വിളിക്കുമ്പോൾ അവരൊരു പ്രതീക്ഷ നൽകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ദി ബെസ്റ്റ് സിലബസ്, അതുപോലെ തന്നെ BCom ആവട്ടെ, BBA ആവട്ടെ, MCom ആവട്ടെ, ഇതിൻ്റെയൊക്കെ സിലബസ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതും ദെൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ റെഗുലറിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും സെയിം സിലബസ്, ഒരേ സമയത്ത് എക്സാം, ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഫ്യൂച്ചറിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ്, ഏറ്റവും വാല്യൂ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ കാലിക്കറ്റ് തന്നെ ചെയ്യായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ലാത്ത പക്ഷം നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാം. പിന്നെ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഒരു 5 ഡിസ്ട്രിക്റ്റ് ആണ്. അതല്ലാത്ത കുട്ടികൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാസം അവസാനം വരെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 15 മുതൽ ഈ മാസം അഡ്മിഷൻ വിളിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ KCS ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ,
അപ്പോൾ ആരും വറി ചെയ്യണ്ട. പിന്നെ നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇഗ്നോ, പിന്നെ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും, അഡ്മിഷൻ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ 4 യൂണിവേഴ്സിറ്റിയുടെയും ചിലപ്പോൾ പോണ്ടിച്ചേരിയുടെയും കൊടുക്കും നമ്മൾ. ഇതിൻ്റെ ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 15-ാം തീയതിക്ക് നമുക്ക് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ആരംഭിക്കും. ദെൻ കാലിക്കറ്റിൽ ഡിസ്റ്റൻസ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ മാസം അവസാനം അറിയാൻ സാധിക്കും. മോസ്റ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് അപ്ഡേഷൻ വന്നാലും നമ്മൾ നമ്മുടെ ചാനലിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.